വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലൈവിൽ വരും. കണ്ടില്ലേ, ബ്ലർ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. കണ്ട ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും രേണുസുതി സബ്സ്ക്രിപ്ഷനിൽ ലൈവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലൈവ് ലീക്കാക്കിയ ആൾക്കാരെയൊക്കെയാണ് പുള്ളിക്കാരി വന്ന് തെറി പറയുന്നത്. ഇനിയും പൂർവാധികം ശക്തിയോടെ വീണ്ടും ലൈവിൽ വരുമെന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ കണ്ട, സബ്സ്ക്രിപ്ഷനകത്ത് പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഈ കാണുന്നത്. എന്നിട്ട് പുള്ളിക്കാരി ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ഫോട്ടോസ് ഇടുന്നത്. എന്തായാലും ഞാൻ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് രേണുസുതി പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്നൊന്ന് കേട്ടു. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ബാക്കിയുള്ളവരുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ എന്തോരം വേവലാതിയാന്ന് നോക്കി പുള്ളിക്കാരിക്ക്. സ്വന്തം മകന്റെ കഴുത്തൊക്കെ എന്തോ മുറിഞ്ഞോ അങ്ങനെ എന്തോ ഒരു സംഭവം, ഒരു പ്രാണി കഴിച്ചിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലും ശ്രദ്ധിക്കാത്ത ഒരു പുള്ളിക്കാരിയാണിത്. ആരോഗ്യത്തെ പറ്റി ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അയ്യോടാ, ഇവിടെ ആർക്കാ വിഷമം? ലൈവിൽ വരാത്തോണ്ട് വിഷമിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവൊക്കെ നമ്മൾ കണ്ടതല്ലേ, എന്നിട്ട് അത് ചുണ്ട് മുറിഞ്ഞിട്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിച്ചതെന്നാണ്. ശരിക്കും എന്തുവാണ് രേണു ഈ വീഡിയോക്കകത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത്? ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഇതിപ്പോ എവിടെ മുറിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞില്ല. പിന്നെ രേണുവിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ വസ്ത്രം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഇതൊക്കെ എല്ലാവരും ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യമൊക്കെ. ചുണ്ട് മുറിഞ്ഞെന്നും പറഞ്ഞാണ് മറ്റേ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ ഇതിൽ നിന്ന് എന്തു പറഞ്ഞ് രക്ഷപ്പെടും? ഈ ഒരു ഡ്രസ്സിങ് കണ്ടിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്ന് അറിയാമോ? അതൊക്കെ വളച്ചൊടിക്കാനും പുള്ളിക്കാരിക്ക് ഓക്കെ ആണ്. പുള്ളിക്കാരി അതിന് ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു ഡ്രസ്സിങ് ഇങ്ങനെ ഇടുന്നത്? നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കംഫർട്ടബിൾ ആണെന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡ്രസ്സ് ധരിക്കാവുള്ളൂ. ഇത് രേണുസുതി ഒട്ടും കംഫർട്ടബിൾ അല്ല ആ ഒരു ഡ്രസ്സിൽ. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ പിടിച്ച് വലിക്കുന്നു, ഇവിടെ പിടിച്ച് വലിക്കുന്നത്, ഇവിടെ പൊത്തുന്നു, എന്തോ ഇത് കാണിക്കുന്നത്. കംഫർട്ടബിൾ അല്ലെങ്കിൽ അതങ്ങ് ഇടരുത്. ഇവരെ മിക്ക ഇതിനകത്തും കംഫർട്ടബിൾ അല്ല എന്ന് ഇവരുടെ മനസ്സിലാവുന്ന ഇവരത് ഇങ്ങനെ ഒരു പിടുത്തമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവിടെ പിടിച്ച് വലിക്കും, ഇവിടെ പിടിച്ച് വലിക്കും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും. എന്റെ ലൈവ് ലീക്ക് ആക്കുന്ന കുറച്ച് പേര് ഇതിനകത്ത്. നിങ്ങളെ ലൈവ് ലീക്ക് ആക്കുന്ന കുറച്ച് പേര് ലീക്ക് ആക്കണമല്ലോ. ശരിക്കും പറഞ്ഞാൽ അന്ന് ലീക്ക് ആക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു കണ്ടന്റ് പുള്ളിക്കാരി എടുത്ത് ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കമ്മ്യൂണിറ്റി കേഡിന്റെ ഒരു ഇതില് നമുക്കതൊന്നും ഇടാൻ പാടില്ലാത്തതാണ്. പിന്നെ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അടിച്ചു പോകും. നിങ്ങൾ എത്രത്തോളം വൾഗറാക്കുന്നു അത്രത്തോളം നമുക്ക് ഈ സാധനം ഫേസ്ബുക്കിൽ ഇടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ വീഡിയോയിൽ ഞാൻ ഇവരുടെ ഒരു വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം കട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറം കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്കതൊന്നും വിഷയമല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലൈവിൽ വരും. രേണുസുതിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് രേണുസുതി എപ്പോഴും അവിടെ ഉണ്ടാവും എന്നാ പറയുന്നത്. ലൈവിലൊക്കെ എപ്പോഴും വരും. ഇനിയും പ്രതീക്ഷിക്കാം. എന്തെങ്കിലും സങ്കടം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ആ സങ്കടമൊക്കെ തീർത്ത് വരും കേട്ടോ. അപ്പൊ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ രേണുവിന്റെ ലൈവ് പ്രതീക്ഷിക്കാം കേട്ടോ. ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അപ്പൊ രേണുവിന്റെ കൂടെ നടക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, അഭിലാഷ് എന്ന് പറയുന്ന ഒരുത്തൻ, അവന്റെ ഒരു വീഡിയോ പുള്ളിക്കാരി എടുത്തിട്ടിട്ടുണ്ട്. അന്ന് കണ്ടിട്ട് എന്ത് വർത്താനേ പറഞ്ഞത്? രേണുസുതി എന്ന് പറഞ്ഞ ആ കുട്ടി ചുണ്ട് പൊട്ടി. അച്ഛടാ, പറയുന്നതൊക്കെ കേട്ടില്ലേ? രോദനമാണത്. സത്യം പറഞ്ഞാൽ രേണുവിനെ ഈ പുള്ളിക്കാരൻ വെറുതെ ഇങ്ങനെ കളിയാക്കുവാണ്. അത് രേണുവിന് മനസ്സിലാവത്തില്ല. രേണുവിന്റെ വിചാരമാണ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണെന്ന്. വെറുതെയാണ്. രേണു ഓർത്തിരിക്കുന്ന ആ പുള്ളിക്കാരൻ എന്നെ സപ്പോർട്ട് ചെയ്യുമോ, അതങ്ങ് എടുത്ത് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. രേണുവിന്റെ ഈ വിഷയത്തിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് പറയുക. ഇനിയും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ മാനസിക അസുഖമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വിധവയായ ഒരു സ്ത്രീ 2 പിള്ളേരെ വളർത്താനെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയ അസുഖം കിടന്ന് കാണിക്കാവുന്നതാണോ? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമോ? ഇടക്ക് ഇവര് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നാടകം എന്നും പറഞ്ഞിട്ട് പേരിലാണ് ഇവരെ ഫസ്റ്റ് സുചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ആദ്യമായിട്ട് വരുന്നത്. അതുപോലെ ഇവരെ എന്തോ പഠിക്കാൻ പോകുന്നെന്ന് പറയുന്നു. പിന്നെ അതുപോലെ ഫ്ലവേഴ്സ് TV കിച്ചുവിന്റെ പഠിത്തം ഏറ്റെടുക്കുന്നു. ഇവരുടെ ആ പാറ്റേൺ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ ലക്ഷ്മി നക്ഷത്രം വന്ന് വീട്ടിൽ ഇന്റർവ്യൂവും വീഡിയോസും ഒക്കെ എടുക്കുന്നു. ഒരു സീരിയലിന്റെ കൂട്ട് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഇവരെ വെച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കുന്നു. മാക്സിമം പുള്ളിക്കാരിയെ കാണിച്ചിട്ട് നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നു. സ്പ്രേ കൊണ്ട് കൊടുക്കുന്നു, സുചേട്ടന്റെ മണം കൊണ്ട് കൊടുക്കുന്നു, പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ പിന്നെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ രേണുസുതിയെ ഇവിടം വരെയൊക്കെ എത്തിക്കാൻ കാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പങ്ക് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഉണ്ടെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ്, ലക്ഷ്മി നക്ഷത്ര തന്നെയാണ് ഇവരെ ഇത്രയും ഫേമസ് ആവാൻ ഒരു പങ്കുണ്ട്. പിന്നെ അതിനുശേഷം പതിയെ ഓരോ പിന്നെ ആൽബം, എന്തോ ദാസേട്ടൻ കോഴിക്കോട് ആയിട്ടുള്ള ആ ഒരു കടലിൽ കിടന്നുള്ള ആ ഒരു പാട്ട്,
സത്യം പറഞ്ഞാൽ അതിനൊക്കെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്തത്. രേണു ഒരിക്കലും വെള്ളയും ഒക്കെ ധരിച്ചിട്ട് വീട്ടിലിരിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. പുള്ളിക്കാരി ഇറങ്ങി ആ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു ആൽബത്തിലൊക്കെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തോരം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ അതിനെക്കുറിച്ച്. ആ ഒരു വീഡിയോ എടുത്തു വെച്ച് നമ്മൾ റിയാക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം അങ്ങോട്ട് രേണു എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയ രേണുവിന്റെ ഓരോ വളർച്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ ബുദ്ധിയുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടി പിടിച്ചോണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ രേണുവിന് വേണ്ടിയിട്ട്, ആരൊക്കെയാ? അത് ഈ പറഞ്ഞ ഈ അഭിലാഷ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ, അതുപോലെ തന്നെ ശ്രീലക്ഷ്മി, പിന്നെ ജാസി, ഈ പറയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. ജാസി എന്ന് പറയുന്ന ആൾ എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇവർക്കൊക്കെ എന്ത് വിലയാണ് സമൂഹം കൊടുക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പൊട്ടിയപ്പോ ഒന്ന് കാണിച്ചത് എന്റെ ചുണ്ട് പൊട്ടിയിരിക്കണമെന്ന് കാണിച്ചൊരു വീഡിയോ ഇട്ടു. അതെ, ചുണ്ട് പൊട്ടിയെന്നും പറഞ്ഞ് നമ്മളെല്ലാരും ചുണ്ട് പൊട്ടിയെന്നും പറഞ്ഞ് ഇങ്ങനെയാണ് കാണിക്കുന്നത്, അല്ലാതെ നാക്കിട്ട് കറക്കിക്കൊണ്ട് കാണിക്കത്തില്ല. ഇവനൊന്നും ചോറില്ലേ തിന്നെ, എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് പറഞ്ഞ് പുള്ളിക്കാരൻ മനസ്സിലാക്കുവാണ് കേട്ടോ. പുള്ളിക്കാരന് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ ഒരു റീല് ചെയ്ത് കഴിഞ്ഞാൽ രേണുവിന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നത്, ആ വീഡിയോ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്തത്, ആ രീതിയിൽ ഈ സാധനം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് പുള്ളിക്കാരൻ. രേണുവിന് തന്നെ അറിയാം എഡിറ്റ് ചെയ്തൊന്നുമല്ല, അവരുടെ സ്വന്തം വീഡിയോ ആണത്. പുള്ളിക്കാരൻ എന്ത് പൊട്ടറാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ ഏത് രീതിയിലും രേണുവിനെ സംരക്ഷിക്കാനായിട്ട് മുട്ടി നിൽക്കുന്ന ഒരുത്തനായിരിക്കും ഇത്. ഒന്നെങ്കിൽ പുള്ളിക്കാരൻ രേണുവിനായിട്ട് കളിയാക്കുന്നതായിരിക്കാം, രേണു അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും രേണു ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ രേണു വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുവാ കോഫി കുടിക്കാൻ പോകണമെങ്കിലോ ഡ്രൈവ് ചെയ്യാൻ പോകണമെങ്കിലോ എന്റെ മാനേജറെ കോൺടാക്ട് ചെയ്തോ, കുഴപ്പമില്ല കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അത് ആ ഭാഗം തന്നെ പറഞ്ഞ് എനിക്കറിയത്തില്ല, ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല, ചാറ്റ് ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അതും വന്നിട്ടുണ്ടായിരുന്നു. ആ ചാറ്റ് കണ്ടിട്ടില്ലാത്ത ആൾ അതിനകത്ത് ഉണ്ടായ സംഭാഷണം വരെ പറയുന്നുണ്ട്. കുറെ ആളുകൾ ചേർന്ന് അവരുടെ റീച്ചിന് വേണ്ടി റിയാക്ഷന് വേണ്ടി പോസ്റ്റ്. സത്യം പറഞ്ഞ രേണുവിന് റീച്ച് തന്നെയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നെഗറ്റിവിറ്റി എത്രത്തോളം സ്പ്രെഡ് ചെയ്യാമോ അത്രയും നല്ല രീതിയിൽ റീച്ച് ഉണ്ടാകും. അത് രേണുവിന് നന്നായിട്ട് അറിയാം. അതുപോലെ ഈ അഭിലാഷും എന്ത് നെഗറ്റിവിറ്റിയും ചെയ്യാൻ തയ്യാറാണ്. എന്തൊക്കെയാണ്, ഏതൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എന്തൊക്കെ കിടന്ന് കാട്ടായങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എല്ലാം നെഗറ്റീവാണ്, എല്ലാം അടിപൊളിയായിട്ടുള്ള ഇതൊന്നും അല്ല ഇതിനകത്ത്. എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുന്നത് അഭിപ്രായങ്ങൾ. അതിന് ആ നെഗറ്റിവിറ്റിയിലൂടെ അത് കാണാൻ വേണ്ടി കുറെ എണ്ണം അങ്ങനെ മാറിയിരിക്കുകയും ചെയ്യും. ഈ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇതുമാതിരി തോന്നിയാസങ്ങളൊന്നും കാണിക്കാനല്ല എന്നുള്ളത് രേണുസുതിയെ പോലുള്ള എല്ലാവളുമാരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് തന്നെ ഈ സ്വന്തം അച്ഛന് വരെ തങ്കച്ചന് വരെ പിന്നെ പേഴ്സണൽ മെസ്സേജ് ആൾക്കാർ അയച്ചു ഇവർക്കെതിരെ. ഇവരെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അച്ഛന് ഇവരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താനൊരു അച്ഛനാണോ, തനിക്ക് നാണമില്ലേ ഈ കാശ് കൊണ്ടുപോയി തിന്നാനെന്നൊക്കെ എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? അങ്ങനെ മെസ്സേജ് അയച്ചിട്ടൊന്നും ആർക്കും ഒരു കുലുക്കവും ഇല്ല. ഇവരുടെ വിചാരം ഇത് ചെയ്യുന്നതൊക്കെ ഭയങ്കര സംഭവമാണ്, എന്തോ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെയാണ്. ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ലൈവില് വന്നിട്ട് പറഞ്ഞു, എന്റെ ചുണ്ട് പൊട്ടിയിരുന്ന ആ ചുണ്ട് പൊട്ടിയത് കാണിച്ചതാണ്. അല്ല, ഈ രേണുവിന്റെയും അതുപോലെ തന്നെ ഈ അഭിലാഷിന്റെ ഒക്കെ വിചാരം എന്തുവാ, എന്ത് കോപ്രായി ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതാണ്, എന്ത് കൂതറ പരിപാടിയും കാണിച്ചു കൂട്ടാന്നുള്ളതാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. സത്യം പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നുണ്ടാവും ഒരു സമാധാനം, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയായിരിക്കും ഫോൺ എടുത്ത് ഇങ്ങനെ തുറക്കുന്നത്. അപ്പൊ തന്നെ എന്റെ പൊന്നളിയോ ഇതുപോലത്തെ പൂർവ്വ സാധനങ്ങളൊക്കെ ആയിരിക്കും കിടന്ന് കയറി വരുന്നത്. ഉള്ള സമാധാനവും പോകും. ആറാട്ടണ്ണൻ, അല്ലൻ ജോസ് പെരേര, അതുപോലെ ഇവനെ പോലുള്ള ഇവനാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ വേറൊരു തടിയനുണ്ട്, പുള്ളിയുടെ പേരെന്തോന്ന് അറിയത്തില്ല, അയാള് വന്നൊക്കെ ഇപ്പൊ അതാണ് പരിപാടി. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഈ രേണുസുധീന്റെ ഈ ഒരുപാട് വെറുപ്പിക്കൽ വീഡിയോസ് കാണാതിരിക്കാൻ വല്ല വഴിയുണ്ടോ? കാര്യം റീചാർജ് മാസം റീചാർജ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളത് കാണാനാണോ? തുറക്കുമ്പോൾ തന്നെ ഇതൊക്കെയാ വരുന്നത്, അടുത്ത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇവളുമാരുണ്ടല്ലോ, കുറെ ഇവളുമാരെ കിട്ടുന്നുണ്ട് ഇവന്മാർക്കൊക്കെ. ഈ അഭിലാഷിനും അതുപോലെ തന്നെ വേറെ ഒരുത്തനുണ്ട്, ഈ ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടുന്നുണ്ട്. ഇവളുമാരൊക്കെ എവിടെ നിന്ന് വരുന്നു എന്തോ. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വല്ല മാർഗം ഉണ്ടെന്നാണ് ഓരോരുത്തരും മെസ്സേജ് അയച്ചു ചോദിക്കുന്നത്. എന്തിനാണ് അവര് ഇങ്ങനെ തേജോവധം ചെയ്യണത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, എന്ത് വേണം, മടല് വെട്ടി അടിക്കണം. എനിക്ക് അതാണ് പറയാനുള്ളത്. എന്ത് പറയാനേ, ഒരു സ്വസ്ഥത വേണ്ടേ ഫോൺ തുറന്നു കഴിഞ്ഞാൽ. ആ കൊച്ചു എങ്ങനെയും ജീവിച്ചു പോട്ടെ, ഒരു ചുണ്ട് പൊട്ടിയത് കാണിച്ച് എങ്ങനെയോ ജീവിച്ചോട്ടെ. അതിന് തെരഞ്ഞെടുത്ത മാർഗം ഇതാണോ? ഇങ്ങനെയാണോ എല്ലാ വിധവകളും ജീവിക്കുന്നത്? എത്രയോ വിധവകളായ സ്ത്രീകളുണ്ട്. അവരൊക്കെ എന്തോരം വീട്ടുജോലി വരെ ചെയ്താണ് ഓരോ മക്കളെ വളർത്തുന്നത്. ഈ വിധവകൾക്കൊക്കെ സ്വന്തം അഭിമാനം വിട്ടൊന്നും ആരും കളിക്കത്തില്ല. ഇവർക്കൊക്കെയാണ് അഭിമാനം ഇല്ലാത്തത്. ഈ പറയുന്ന ആളുകള് വന്നിട്ട് വേറെ രീതിയിൽ വീഡിയോ ആക്കിയിട്ട് പ്രചരിപ്പിക്കുന്നത് മോശമാണ് നിങ്ങൾ കാണിക്കുന്നത്. ചുണ്ട് പൊട്ടിയത് എടുത്ത് വെച്ചിട്ട് വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നതൊക്കെയാണ് ഈ പൊട്ടമെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പേരിൽ പുള്ളിക്കാരിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമല്ലോ. ഇവരെങ്ങനെയാ ഒരു വീഡിയോ എടുത്ത് വെച്ച് കേസ് കൊടുക്കാൻ പോകും? അത് കാണുന്ന ഓഫീസേഴ്സ് വരെ ഇവരെ ചോദ്യം ചെയ്തില്ലേ?
എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവരുടെ പേര് വേണേ കേട്ടു. എത്രയോ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരൻ വരുന്നുണ്ട്. ഒരു രേണുവിന്റെ അടുത്ത സപ്പോർട്ടിങ് സിസ്റ്റമാണ് ഇത് അടുത്ത് കണ്ടു. ഈ റൊമാൻറ്റിക്കൽ വീഡിയോയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന രേണുസുതിയാണ്, വേറെ ആരും റൊമാൻസ് മാത്രമല്ല കേട്ടോ, ലൈവ് സബ്സ്ക്രിപ്ഷനിലെ ലൈവ് അതും കൂടി എടുത്തു പറയണം ഇല്ലെന്നാണ് എന്റെ ഒരു തോന്നല്. അപ്പൊ രേണുസുതിയായിട്ട് എനിക്ക് റൊമാൻറ്റിക്കൽ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ചേടാ, രേണുസുതിയുമായിട്ട് റൊമാൻറ്റിക് വീഡിയോ ആണെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് ചെയ്ത ആദ്യത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ദാസേട്ടൻ കോഴിക്കോടാണ്. ദാസേട്ടൻ ഇപ്പൊ എവിടെയാന്ന് പോലും അറിയത്തില്ല. ഇടക്ക് ഒന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും, എന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറയും, എന്നിട്ട് പോകും, പിന്നെ കാണത്തില്ല. നാളെ എനിക്കൊരു ആഗ്രഹമുള്ളത്. അപ്പൊ അതിനുള്ള പ്രൊഡ്യൂസറും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലേ ഇപ്പൊ ഈ പറയുന്നവരുടെയൊക്കെ ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. സത്യം പറഞ്ഞാൽ തികച്ചും ഒരു 50 സെക്കൻഡ് പോലും, ഒരു മിനിറ്റ് പോയിട്ട് 50 സെക്കൻഡ് പോലും ആരും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് കാണാനുള്ള ക്ഷമയില്ലാർക്കും. ഇതാണ് ഒരു ഷോർട്ട് ഫിലിം. എന്തിനാ ഇതൊക്കെ എടുക്കുന്നത് ഇവർ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും പൈസ മുടക്കി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിടുമ്പോഴത്തേക്ക് എന്ത് വരുമാനം കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇവരാരെയാ ശരിക്കും പറഞ്ഞാൽ ഈ പൊട്ടന്മാരാക്കാൻ നോക്കും? അല്ല, നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? ഷോർട്ട് ഫിലിം വെച്ച് അങ്ങ് വാശ ഉണ്ടാക്കാന്നാണോ വിചാരിച്ചിരിക്കുന്നത്? രേണുസുതി ബിഗ് ബോസ് താരമായതുകൊണ്ട് നമ്മുടെ അതിനുള്ള പേയ്മെന്റും കാര്യങ്ങളും കൊടുക്കാനില്ല. രേണുസുതിക്ക് ഒരു റീല് വാങ്ങി ചെയ്യണമെന്നുണ്ട്. അപ്പൊ രേണുവിന് എങ്ങാണ്ട് ഒരു ചെറിയൊരു റോൾ അഭിനയിക്കുന്നതിന് 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ രേണു. ഇപ്പോഴാണെങ്കിൽ രേണുവിന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ ഇരട്ടിയാണ്. അല്ല, ഇടയ്ക്ക് ആ ഡയറക്ടർ വിപിൻ ലാല് വന്ന് കഥകൾ മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും പ്രൊഡ്യൂസർമാരായിട്ടുണ്ടെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരന് മെസ്സേജ് എടുക്കുക, രേണുസുതിക്ക് പ്രതിഫലം കൊടുത്താൽ മതി, എനിക്ക് പ്രതിഫലം തരാം. ഇതിനൊക്കെ കാശ് മുടക്കാനായിട്ട് തീരുമാനിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരാണ് ഈ ഭൂലോക മണ്ടന്മാര്. എന്തിന്റെ പേരിലാണ് ഇതിനു വേണ്ടി പൈസ മുടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് കാശിന് വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇത് കാശിന് വേണ്ടിയിട്ടൊന്നും അല്ല. എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്തായാലും ബാക്കിയും കൂടെ കാണാം. എനിക്ക് പുള്ളിക്കാരത്തിലൂടെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഷോർട്ട് ഫിലിം റൊമാൻറ്റിക്കൽ വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. രേണു ആകുമ്പോൾ എല്ലാവരും കാണും. അതായിരിക്കും ചിലപ്പോൾ രേണുവിന്റെ കോപ്രായങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും രേണുവിന്റെ പുതിയൊരു റീല് വന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് കാണാം. കഷ്ടപ്പെടുക രേണു. സത്യം പറഞ്ഞാൽ എന്തുവായി കാണിക്കുന്നത്? ഓരോന്ന് കാണിക്കാനായിട്ട് കഷ്ടപ്പെടുവാണ്. ലൈവിനകത്ത് തന്നെ കണ്ടില്ലേ, ഇങ്ങനെ കറക്കി അങ്ങ് കാണിക്കുമോ 360 ആംഗിളിൽ. എന്ത് പറയണേ, ഇപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കാണിക്കണം. അതിനുവേണ്ടി വെമ്പുവാണ്. എന്തൊക്കെ കാണിക്കുവാന്ന് നോക്കിക്കേ. ഇനി എന്തൊക്കെ കാണാൻ പോവാന്ന് നമുക്കറിയത്തില്ല. ഇതൊക്കെ വെറും സാമ്പിള്. എന്തായാലും സമ്മതിച്ചു കൊടുക്കണം രേണുസുധീനെ. എന്തായാലും സമ്മതിച്ചു കൊടുക്കണം രേണുസുധീനെ. ഈ എന്തുവാ പറയുന്ന തൊലിക്കട്ടി ഉണ്ടല്ലോ, പുള്ളിക്കാർക്ക് ഭയങ്കര തൊലിക്കട്ടി കേട്ടോ. സമ്മതിച്ചു കൊടുക്കണം. ഇത്രയും നാളായിട്ട് ഒരു നാണവുമില്ലാതെ ഈ ലൈം ലൈറ്റിൽ തന്നെ നിൽക്കുന്നില്ല. സൂപ്പർ. അപ്പൊ എനിക്ക് എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.